ഹലോ വെൽക്കം ടു നിഷ സ്ട്രീംസ്. അങ്ങനെ ഒരു 3 years ഗ്യാപ്പിന് ശേഷം ഞാനൊരു Q&A ചെയ്യുകയാണ്. Q&Aയുടെ ഷോർട്സും കമ്മ്യൂണിറ്റി പോസ്റ്റും ഒക്കെ ഇട്ടിട്ടും ഇപ്പം എനിക്ക് തോന്നുന്നൊരു 3 weeks അധികം ആയി. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ ലോങ് വീഡിയോസ് ഇടാറുള്ളൂ കേട്ടോ. അപ്പം അതിന് ഒന്ന് ക്ഷമിക്കുക. ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്ര റെഗുലർ അല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിൽ. കാരണം ഈ ലൈഫ് കോച്ചിങ് സെഷൻസും എൻ്റെ ഡാൻസ് ക്ലാസ്സും എല്ലാം കൂടെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ലോങ് വീഡിയോസ് അത് മസ്റ്റായിട്ട് വിടുന്നുണ്ട്. എന്നെ വഴിയിൽ വെച്ചിട്ട് കാണുന്നവരും ഒക്കെ ചോദിക്കുന്നത്, ചേച്ചി ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, എനിക്ക് തോന്നുന്നു അത് നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ലോങ് വീഡിയോസ്, പിന്നെ ഷോർട്സ് ഒരു 2-3 ഷോർട്സ് വീക്ക്ലി അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഷോർട്സ്, പിന്നെ നേരത്തെ ഇട്ടിരുന്ന പോലെ ആഴ്ചയിൽ 2-3 ലോങ് വീഡിയോസ് അങ്ങനെ ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഫ്രീക്വൻസി കുറച്ച് കുറഞ്ഞു. പക്ഷെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ, എൻ്റെ റിക്വസ്റ്റാണ്. അപ്പോൾ ഞാൻ Q&Aയിലോട്ട് കടക്കുകയാണ്. മുരളിയേട്ടനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, മുരളിയേട്ടൻ വരും. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിനും മുരളിയേട്ടനെ ഇരുത്തി ബോറടിപ്പിക്കണമല്ലോ. മുരളിയേട്ടൻ ഈ വീഡിയോസ് എല്ലാത്തിലും മുഴുവൻ നേരം ഇരിക്കൽ ഒരു ബോറടിയാണ്. പിന്നെ ഇതിന് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. മുരളിയേട്ടന് ആൻസർ ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇല്ല, ഒരു 3-4 ക്വസ്റ്റ്യൻസിന് മുരളിയേട്ടൻ വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുരളിയേട്ടൻ എത്തും. മുരളിയേട്ടൻ ഇപ്പോൾ വീട്ടിലില്ല, ഒന്ന് പുറത്ത് പോയിരിക്കുക, പക്ഷേ എത്തും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആദ്യം വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് സൗമ്യയുടെ ക്വസ്റ്റ്യൻ ആണ്. ഹായ്, ഐ എം 43. ഐ ഹാവ് എ hysterectomy done for adenomyosis related non-stop daily bleeding. I am very concerned about the weight gain aspect and distorted body shape after surgery. Could you please clarify me based on your own individual experience? Okay. ഇപ്പം ഹിസ്റ്ററക്ടമി ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും സൗമ്യ ഹിസ്റ്ററക്ടമി ചെയ്തേ മതിയാവും അല്ലേ. അത് ഡോക്ടർ എന്തെങ്കിലും പല റീസൺസ് ഉള്ളതുകൊണ്ടായിരിക്കും, അഡിനോമൈസിസ് ഉള്ളതുകൊണ്ടല്ലേ ഹിസ്റ്ററക്ടമി ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പം അത് ബോഡി ഷേപ്പോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ വരുമെന്ന് പേടിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കും അഡിനോമൈസിസ് തന്നെ ആയിരുന്നു കേട്ടോ. അഡിനോമൈസിസ് കൊണ്ടാണ് എനിക്കും ഇതേപോലെ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. മെറീനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ മെറീനെ ഇൻസേർട്ട് ചെയ്തിട്ടും ഒക്കെ എനിക്ക് നല്ല പെയിനായിരുന്നു. അതുകൊണ്ട് രക്ഷയില്ലാതാണ് പിന്നെ എനിക്ക് ഹിസ്റ്ററക്ടമി ചെയ്യേണ്ടി വന്നത്. അപ്പം വെയിറ്റ് ഗെയിൻ വരും. അത് നമുക്കിപ്പം വെയിറ്റ് ഗെയിൻ അതിപ്പം ഓവറൈസ് മെയിൻറ്റെയിൻ ചെയ്യുവാണോ അതിപ്പം ഡോക്ടർ ഹിസ്റ്ററക്ടമി ചെയ്യുമ്പോഴാണ് നോക്കുക. ആ സമയത്ത് സർജറിയുടെ സമയത്തായിരിക്കും ഡോക്ടർ നോക്കിയിട്ടായിരിക്കും സജസ്റ്റ് ചെയ്യുക ഓവറൈസ് റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ആ സമയത്ത് അതനുസരിച്ചായിരിക്കും. എനിക്കിപ്പോൾ ഓവറൈസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വെയിറ്റ് ഗെയിൻ നമ്മുടെ ശരീരപ്രകൃതി ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ ഹിസ്റ്ററക്ടമി കഴിഞ്ഞ് കുറേ നാൾ വണ്ണമൊന്നും വെച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞ് നല്ല വണ്ണം വെച്ചു. അത് ആക്ച്വലി അങ്ങനെ ഹിസ്റ്ററക്ടമി ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ല നമ്മൾ വണ്ണം കൂടുന്നത്. നമുക്ക് നമ്മുടെ മൈൻഡ് ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മുടെ വണ്ണം വെക്കലും നമ്മുടെ വണ്ണം കുറയലും നമ്മൾ മൈൻഡ് കൊണ്ട് ഫിക്സ് ചെയ്യാണ്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യണം, അതൊക്കെ നമ്മൾ പിന്നെയും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ബോഡി കണ്ടീഷൻസ് അനുസരിച്ച് വെയിറ്റ് ഗെയിൻ വരാം. എനിക്കിപ്പോൾ ഒരുപാട് ബോഡി കണ്ടീഷൻസ് അനുസരിച്ച് എനിക്ക് വീണ്ടും വെയിറ്റ് ഗെയിൻ വരുന്നുണ്ട്. എനിക്കിപ്പോൾ എക്സസൈസ് ചെയ്താൽ എനിക്ക് വെയിറ്റ് കൂടും, എനിക്ക് ബോഡി ഇൻഫ്ലമേഷൻ വരും. അപ്പം ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ മനസ്സിലാക്കി എനിക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ശരീരമാണ് എൻ്റെ. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കുക, അതാണ് ആദ്യം വേണ്ടത്. അപ്പം ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും സർജറി ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വണ്ണമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അത് കുഴപ്പമില്ല. അത് ഡയറ്റിലൂടെ അത് എങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കുക. എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ശരീരമാണെങ്കിൽ ഡയറ്റിലൂടെ ഫുഡ് കൺട്രോൾ, ഡയറ്റെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതിരിക്കലല്ല, പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് ബാലൻസ് ചെയ്യുക. ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് പോർഷൻ കൺട്രോൾ ചെയ്ത് വണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹിസ്റ്ററക്ടമി ചെയ്യാതിരിക്കേണ്ട. ഹിസ്റ്ററക്ടമി ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ വേറെ കുറേ പേര് ചോദിച്ചായിരുന്നു. എനിക്ക് ഇപ്പോഴും ഹിസ്റ്ററക്ടമി, ഞാൻ അത് കഴിഞ്ഞ് ആഫ്റ്റർ ഹിസ്റ്ററക്ടമി ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ താഴെ ഇപ്പോഴും ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. ബാക്ക് പെയിൻ വരുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വരുന്നുണ്ടോ, ചെയ്യാൻ പേടിച്ചിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ്സ് വരുന്നുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. ബാക്ക് പെയിനോ അങ്ങനത്തെ പ്രശ്നം, ഹിസ്റ്ററക്ടമി റിലേറ്റഡ് പ്രശ്നങ്ങളൊന്നും അല്ലാതെ എനിക്കുള്ള മുട്ടുവേദന അത് ഹിസ്റ്ററക്ടമിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഹിസ്റ്ററക്ടമി
ഹിസ്റ്ററക്ടമി റിലേറ്റഡ് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഹിസ്റ്ററക്ടമി ചെയ്യാൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കാരണം വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. അടുത്തത് എക്ത ബൈ റാണിയുടെ ക്വസ്റ്റ്യനാണ്. ലൈഫ് കോച്ച് കോഴ്സ് എവിടെ നിന്നാണ് പഠിച്ചത്? ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ഞാൻ ചെയ്തത് സക്സസ് ഗ്യാനൻ്റെ പൂജ പുനീതിൻ്റെ അടുത്തു നിന്നാണ്. അവരുടെ ഒരു ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സാണ് ചെയ്തത്. അവരുടെ അടുത്തു നിന്ന് തന്നെയാണ് ഞാൻ റിലേഷൻഷിപ്പ് ആദ്യം ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത് ലൈഫ് കോച്ച് സർട്ടിഫിക്കേഷൻ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കേഷൻ എടുത്തു. അങ്ങനെ ഒരു 2-3 സർട്ടിഫിക്കേഷൻ കോഴ്സ് ഞാൻ പൂജ മാമിൻ്റെ അടുത്ത് തന്നെയാണ് ചെയ്തത്. അവരുടെ ഒരു സക്സസ് ഗ്യാൻ എന്ന് പറഞ്ഞിട്ട് സക്സസ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അവരുടെ വെബ്സൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. സക്സസ് ഗ്യാൻ പറഞ്ഞ് അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഒരുപാട് ഈ ലൈഫ് കോച്ച് റിലേറ്റഡ് ഒരുപാട് 2-3 കോഴ്സുകളുണ്ട്. ആദ്യം ഞാൻ കോച്ചിങ് മാസ്റ്ററി എന്നും പറഞ്ഞിട്ട് ഒരു 2 days കോഴ്സ് അറ്റൻഡ് ചെയ്തു. 2 days നിങ്ങൾക്കിപ്പം ലൈഫ് കോച്ച് ആവാനാണ് ആഗ്രഹമെങ്കിൽ ഫസ്റ്റ് ആ ഒരു കോച്ചിങ് മാസ്റ്ററി അറ്റൻഡ് ചെയ്യാം. കോച്ചിങ് മാസ്റ്ററി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അതിനോട് നിങ്ങൾക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാവും. കാരണം ലൈഫ് കോച്ച് ആവണമെങ്കിൽ നമുക്ക് ഒരു കൗൺസിലിംഗ് ഒരു ഇത് വേണം, നമുക്ക് അതിനോടൊരു ഇൻക്ലിനേഷൻ വേണം. ചുമ്മാ നമുക്കൊരു ആ ഒരു ഇത് വേണമല്ല, നമുക്ക് ഒരാളെ ഒരു കോച്ചിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു വെറുതെ നമുക്ക് മൈൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വരണമല്ലേ ഒരാളോട് ഒരു കോച്ചിങ്, ഒരു കൗൺസിലിംഗ് പോലെ തന്നെയാണ്. പക്ഷെ കൗൺസിലിങ്ങും കോച്ചിങ്ങും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അത് രണ്ടും സെയിം അല്ല ആക്ച്വലി. കൗൺസിലിംഗ് ഈസ് ഡിഫറെൻറ്റ്, കോച്ചിങ് ഈസ് ഡിഫറെൻറ്റ്. അത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ആദ്യം ആ ഒരു കോച്ചിങ് മാസ്റ്ററി അറ്റൻഡ് ചെയ്ത് നോക്കുക. കോച്ചിങ് മാസ്റ്ററി അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന്. അത് കഴിഞ്ഞ് അവരുടെ ഒരു ഡീറ്റെയിൽസും ആ ഒരു ഫീസ് കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം അത് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പം ആ ഒരു അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. മുരളിയേട്ടന് പോകണം എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. മുരളിയേട്ടൻ ഇവിടെ 2 ദിവസമായിട്ട് കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുകയാണ്. ക്യാരംസ്, TT അതൊക്കെ കളിക്കാനായിട്ട് ആകെ ബിസിയായിട്ട് നടക്കുകയാണ്. അപ്പം ക്യാരംസ് കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പ് സ്പീഡിലെത്തിയേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു നിഷ സ്ട്രീംസ്. വെൽക്കം കഴിഞ്ഞു. കുറേ നാളിന് ശേഷം അല്ല, ഞാൻ വെൽക്കം ചെയ്യാണ്. കുറേ നാളിന് ശേഷമാണ് എൻ്റെ വരവ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വേറെ മറ്റേ ഞങ്ങളുടെ എന്താ പറയുക, ടോയിങ് വണ്ടിയൊക്കെ ആയിട്ട് ശകലം തിരക്കിലാണ്. ബ്രേക്ക് ഡൗൺ റിക്കവറിയൊക്കെ ആയിട്ട് ശകലം തിരക്കിലാണ്. ഓം കാർ ടോയിങ് ആയിട്ട് ശകലം തിരക്കിലാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത്തിരി ഫ്രീ ടൈം കിട്ടിയപ്പം കുറച്ച് Q&A കുറച്ച് എൻ്റെ അടുത്ത് ചോദ്യങ്ങളുണ്ടെന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ, ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. എറണാകുളത്താണ് ഓപ്പറേഷൻ. വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകായികയൊന്നുമില്ല. പക്ഷേ ലോക്കൽ റിക്കവറി ആയിരിക്കുമല്ലോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ എറണാകുളത്തുള്ളവർ ഡെഫിനറ്റ്ലി ആലപ്പുഴയൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മള് ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അരൂർ എറണാകുളത്തിന് അടുത്താണെങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതലും എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഓപ്പറേഷൻ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കോളും. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മുരളിയേട്ടൻ ഇതിന്റെ മുമ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ബലം പിടിക്കുന്നു. ബലമൊന്നുമില്ല, എല്ലാവർക്കും സുഖം, പരമസുഖം. അതിപ്പം ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് കുറേ നാളായില്ല. അപ്പം ആ ഫ്ലോ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ചോദ്യത്തിലേക്ക് കടക്കുക. മണി മാനേജ്മെന്റ് ടിപ്സ് പറയാമോ? ഇത് ചോദിച്ചേക്കുന്ന RFG ഒരു ലെറ്റേഴ്സ് ആണ്. പേരായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. RFGV HGV അങ്ങനെ ഒരാള്. മണി മാനേജ്മെന്റ് ടിപ്സ് പറയൂ. മണി മാനേജ്മെൻറ്റ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ മാസവും ഒരു ഫിക്സഡ് ബഡ്ജറ്റ് നിർത്താൻ നോക്കാറുണ്ട്. പലപ്പോഴും അത് നടക്കാറില്ല. ചിലപ്പം നിൽക്കാറുണ്ട്, ചിലപ്പോൾ അതിൻ്റെ എക്സസ് പോകുമ്പോൾ അതിനെ അടുത്ത മാസം എങ്ങനെ മാനേജ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയുക, ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടുണ്ട്, കുറച്ച് ഷെയർസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നല്ലാതെ കുറച്ച് FDs, അതായത് ബാങ്കുകളിലുള്ള FDs ഒക്കെ എന്നെ സംബന്ധിച്ച് വളരെ കുറവാണ്. കാരണം അത് നമ്മളെപ്പോഴും ഇയർലി ഇൻട്രസ്റ്റ് കൊടുക്കണം. പിന്നെ അതിന് അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ കൂടുതലും മ്യൂച്വൽ ഫണ്ടിലും ഷെയർസിലും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്.
പിന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ഞാൻ ഭയങ്കര എന്താ പിശുക്കി സ്റ്റിഞ്ചി എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. നമ്മൾ അത്യാവശ്യം ലാവിഷായിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ടിപ്സ് ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാനും ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയാനുള്ളത്, നിങ്ങൾ മന്ത്ലി നിങ്ങളുടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് മ്യൂച്വൽ ഫണ്ട്, അതായത് ഞാൻ ഈ സംസാരിക്കുന്ന ഒരു ലോങ് ടേം ബേസിസിലാണ് കേട്ടോ. ഷോർട്ട് ടേം ബേസിസിൽ നമുക്ക് മണി മാനേജ് ചെയ്യാനൊരു ശകലം ബുദ്ധിമുട്ടാണ്. ലോങ് ടേമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു 5,000 മാറ്റിയാലും മതി. ആ 5,000 നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ബേസിസിൽ ഇപ്പോൾ ഒരു 5,000 10,000 ഉണ്ടെന്ന് വിചാരിച്ചു. 10,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 2,000 വെച്ചിട്ട് 5 ഫണ്ടിലിട്ട് കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം, അതായത് ഡെഫിനറ്റ്ലി ഒരു 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അത് അതിൻ്റെ ഡബിളും ട്രിപ്പിളും. ഇപ്പം SIPയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മന്ത്ലി ബേസിസിൽ ചെറിയ എമൗണ്ട്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ കയറ്റലും ഇറക്കലും എല്ലാം ഒരേപോലെ ചെറുതായിട്ട്, അപ്പം ചില പ്രാവശ്യം ഇടുമ്പോൾ അത് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും, അതങ്ങ് ബാലൻസ് ചെയ്ത് പോയിക്കോളും. അതാണ് ഈ SIPയുടെ ഗുണം. എൻ്റെ ഒരു രീതി അതാണ്. ഷെയറൊക്കെ ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ, കാരണം ഷെയർ നമ്മൾ തന്നെ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയൊരു പ്രയോജനം വരില്ല. എന്നാലും കുറച്ച് എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഈ SIP തന്നെ മാനേജ് ചെയ്യണം എന്നുണ്ടോ അതോ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് വേണം എന്നുണ്ടോ? തന്നെത്താനെയും ചെയ്യാം, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് വഴിയും ചെയ്യാം. ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് വഴി ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം അവർക്കാകുമ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് ഇത് ചെയ്യുന്ന ഫണ്ട് നമ്മളിതിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞാൽ ഫിനാൻസ് സൈഡിലുള്ളവരല്ലാന്നുണ്ടെങ്കിൽ ഒരു ശകലം ഡിഫിക്കൽട്ടായിരിക്കും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആകുമ്പോൾ അവർ കറക്റ്റ് ആ ഫണ്ട് ഏതാണെന്നൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡ്രോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് അപ്പം തന്നെ എന്താ പറയുക തിരിച്ച് വേറൊരു ഫണ്ടിലോട്ട് മാറ്റും. അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ട്. അല്ല, ഇപ്പം ഇവർക്ക് ഇപ്പം നമ്മുടെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ചെയ്യണമെങ്കിൽ അവരൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യണോ അതോ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ICICI ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതലും അവരുടെ മ്യൂച്വൽ ഫണ്ടിനെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. നേരെ മറിച്ചൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ എല്ലാ ബാങ്കും ഒരേപോലെയാണ്. അപ്പോൾ അവർ പല HDFC, ICICI, റിലയൻസ് പല ഫണ്ടിലോട്ട് അവർ ആ ഒരു നെക്സ്റ്റ് ഒരു 3-4 ഇയേഴ്സിലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാകും അവരുടെ കയ്യിൽ. അത് വെച്ചിട്ടായിരിക്കും അവരത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം ഒരു കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ബേസ് കണ്ടിടുന്നെങ്കിൽ അവരൊരു 20 വയസ്സാകുമ്പം മെച്ചറാവത്തൊക്കെ വേണം അങ്ങനെ പ്ലാൻ ചെയ്ത്. അതെ, അത് ഡെഫിനറ്റ്ലി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ LIC പോലത്തെ സാധനത്തിലൊക്കെ ഡെഫിനറ്റ്ലി ഇതിന് നല്ല മ്യൂച്വൽ ഫണ്ടിന് നല്ല ഗ്രോത്താണ്. കാരണം അതിൻ്റെ അപ്രിസിയേഷൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇയർലി ഒരു 15 to 18% ഗ്രോത്ത് ഉണ്ട് ഓരോ ഇതിന്. നേരെ മറിച്ച് നമ്മൾ FDയിലോ അല്ലെങ്കിൽ FDയിൽ കൊണ്ടിട്ട് എനിക്ക് അറിയാമല്ലോ എല്ലാവർക്കും 7%, 6% ഉള്ളൂ. ഇപ്പം മറ്റേതാകുമ്പോൾ അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ എല്ലാ ഫണ്ടും ഒരേപോലെ ചിലപ്പോൾ കയറിയെന്നൊന്നും വരത്തില്ല. ചിലത് നല്ലതായിട്ട് കയറും, ചിലത് ബാലൻസ് ചെയ്യും, ചിലത് അത് 3 രീതിയിലുള്ള ഫണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. അതായത് എന്താ അഗ്രസീവ് ഫണ്ടുണ്ട്, അതായത് നോർമൽ, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, ഇങ്ങനെയാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ ഒരു മന്ത്ലി 2,000, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു 5,000 ആണെങ്കിൽ മന്ത്ലി 5,000, അല്ലെങ്കിൽ ഒരു മന്ത്ലി 1,000 വെച്ചിട്ടാലും മതി. ഒരു വർഷം കഴിയുമ്പം അവർ നിങ്ങൾ ഇടുന്ന എമൗണ്ടും കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പൈസയുടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് സ്വർണം മേടിക്കാം. എക്സ്ട്രാ അതും കൂടെ ആഡ് ഓൺ ചെയ്യാം അവരല്ലേ. ഇപ്പൊ നിങ്ങൾ 2,000 വെച്ചിട്ട് ഒരു മാസം ഇടുന്നെങ്കിൽ ആ ലാസ്റ്റ് മാസം അവരും കൂടെ എക്സ്ട്രാ 2,000 ആഡ് ചെയ്യും. അതേപോലെ നിങ്ങൾ 5,000 വെച്ചിട്ട് ഇടുന്നെങ്കിൽ അവരെ അതിന്റെ ജനറലി കാണുന്ന 11 മന്ത്സ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. 11 മന്ത്സിൽ അപ്പോൾ 2,000 വെച്ചിട്ട് കഴിഞ്ഞാൽ 22,000. അപ്പോൾ അവർ 12th മന്തും കൂടെ ആഡ് ചെയ്ത് 24,000 എന്നുള്ള രീതിയിൽ എനിക്ക് ഇടുന്ന സമയത്ത് ഗോൾഡ് റേറ്റിൽ കിട്ടും. നിങ്ങൾ അപ്പോഴത്തെ ഗോൾഡ് കൂടിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ഗോൾഡ് റേറ്റിൽ നിങ്ങൾക്ക് ഗോൾഡ് മേടിക്കാം. അതല്ലേ അതിന്റെ ലാഭം. അതെ അതെ, പക്ഷേ ഞങ്ങളത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പ്രാവശ്യം ചെയ്തു. ഞാൻ ഇതൊക്കെ മേടിച്ചത് അങ്ങനെ ഈ ഡയമണ്ട് മുക്കൂത്തി ഡയമണ്ടിനൊക്കെ കൊള്ളാം. ഗോൾഡിന് എത്രത്തോളം അത് കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഡയമണ്ട്സ് കാരണം ഗോൾഡിന് ഭയങ്കര റേറ്റ് അല്ലേ.
അപ്പം അത് വെച്ചിട്ട് ഈ 2000 ഒക്കെ വെച്ചിട്ട് അല്ല നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്ത ഡയമണ്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വേറെ എനിക്ക് തോന്നുന്ന ഒരു ഗോൾഡിൻ്റെ തന്നെ ഇതുണ്ട്. ഗോൾഡിന് തന്നെ ഫണ്ട് ഇത് ചെയ്യുന്നു, അതായത് എന്ത് പറയണ ഗോൾഡിൻ്റെ ഒരു ഫണ്ട് പോലത്തെ പരിപാടിയുണ്ട്. അത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല. ഞാൻ 1-2 പ്രാവശ്യം എൻ്റെ 2-3 ഡയമണ്ട് കമ്മലും അല്ല ഇതും ഒക്കെ അങ്ങനെ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ടിനു ജോസഫ്. ചേച്ചി, ഹൗ ആർ യു പ്ലാനിങ് യുവർ ട്രിപ്സ്? ഞാനാണോ പറയേണ്ടത്? സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പം ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇയർലി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് മന്ത്ലി സ്റ്റേക്കേഷൻ എന്നുള്ള ഒരു മോഡലും ഉണ്ട്. പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ 12 months പോവും. അതായത് ഒരെണ്ണം ഒരു ഇൻ്റർനാഷണൽ ആയിരിക്കും, ബാക്കി 11 ഇവിടുത്തെ ലോക്കൽ സ്റ്റേക്കേഷൻ ട്രിപ്പ് പോലെ ആയിരിക്കും. 1-2 ഗുരുവായൂർ ട്രിപ്പ് ഇതിൻ്റെ അകത്ത് ഇടയിൽ കയറി വരികയും ചെയ്യും. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കെന്താ പറയുക, ഇത് പ്ലാൻഡ് മോഡൽ. അൺപ്ലാൻഡ് ആയിട്ട് ചിലപ്പം ഇരുന്ന ഇരിപ്പിന് മാഡം പറയും ഈ ആഴ്ച നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയും പോകാറുണ്ട്. അത് ഇരുന്നിരിപ്പിന് പോകുന്നത് പെട്ടെന്ന്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസേർഡ് ട്രിപ്സ് കുറേ വരുമായിരുന്നു. ഇപ്പം നമ്മൾ ഓസിനടിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പോവാറില്ല. കാരണം അവര് സ്പോൺസേർഡ് ട്രിപ്പ് പറയുന്നത് നമ്മുടെ ടൈമിനല്ല പറയുന്നത്. അവര് ഇങ്ങനെ സ്പോൺസർഷിപ്പ് വരുമ്പോൾ, റിസോർട്ട്സ് ഇതൊക്കെ സ്പോൺസർഷിപ്പ് വരുമ്പോൾ അവരൊരു സമയം പറയും. ഇപ്പൊ നാളെ വരാവോ എന്ന് ചോദിച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്രീ ആയിരിക്കത്തില്ലോ നാളെ പറയുമ്പോൾ. ഒന്നെങ്കിൽ മുരളിയുടെ ഫ്രീ ആയിരിക്കത്തില്ല, നമ്മൾ ഫ്രീ ആയിരിക്കില്ല. അതുകൊണ്ടല്ല അവരത് പറയുന്നത്. കാരണം അവർക്കിപ്പോൾ വീക്കെൻഡിൽ പ്രൊമോഷൻ അവർക്ക് തരാൻ പറ്റില്ല. കാരണം വീക്കെൻഡിൽ അത്യാവശ്യം ആളുള്ള റിസോർട്ട്സ് ആയിരിക്കും. അപ്പോൾ അവർ കൂടുതലും വീക്ക് ഡേയ്സിലായിരിക്കും പറയുന്നത്. വീക്ക് ഡേയ്സിൽ ഇപ്പോൾ ലൈഫ് കോച്ചിങ്ങും എനിക്കും എൻ്റേതായിട്ടുള്ള പണികളും ഉള്ളതുകൊണ്ട് വീക്ക് ഡേയ്സിലുള്ള പോക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. പിന്നെ നമ്മളൊരു റിസോർട്ടിൽ പോകുമ്പം ഒരു ദിവസത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല. അവർ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോയി താമസിപ്പിക്കലല്ലോ അവരുടെ റിസോർട്ടിൻ്റെ ഒരു കവറേജും കൂടെ. അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ദിവസം വൈകിട്ട് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പിറ്റേ ദിവസം 10-12 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഈ റിസോർട്ടിൽ എല്ലാവരും പ്രൊമോഷൻ എടുക്കുന്നത് മാക്സിമം അവര് ഈ പോകുന്ന ക്രിയേറ്റേഴ്സിനെ മുതലാക്കുക, അവര് മാക്സിമം കവർ ചെയ്യുക. അപ്പം ഞങ്ങള് റിസോർട്ടിൽ പോകുന്നത്, ഞാനെപ്പോഴും പോകുന്നത് അവിടെ നിന്ന് വെറുതെ കിടക്കാനും റിലാക്സ് ചെയ്യാനുമാണ്. എനിക്ക് പോയാൽ വെറുതെ അവിടെ കിടക്കണം, റെസ്റ്റ് എടുക്കണം. നമ്മളൊരു റിസോർട്ടിൽ പോവാ, നമ്മൾ ഈ വീട്ടിൽ കിടക്കുന്ന പോലെ അവിടുത്തെ ബെഡിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡിൽ കിടക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ദേഷ്യമുള്ള ഒരു കാര്യം വേറൊന്നുമില്ല. അപ്പൊ എന്നോട് ഈ അവിടെ കാരണം ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്യുക, അവിടെ നിന്ന് കഴിക്കുക, എന്നിട്ട് കയറിയും കിടക്കുക. എന്നിട്ട് 5:30 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ട് ചായ, അപ്പോഴത്തേക്ക് ഇരുട്ടും. പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, തിരിച്ചു. അപ്പൊ മിക്ക പ്രൊമോഷനും ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം മാഡത്തിനായിട്ട് പോകുമ്പോ 2 days വേണം. അതെ, വേണ്ട. അപ്പൊ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. മിക്കപ്പോഴും ഞാൻ നോ പറഞ്ഞിട്ട് അവസാനം, കാരണം അവര് പറയുന്ന ടൈമിലൊന്നും എനിക്ക് പോകാൻ പറ്റാറില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ എല്ലാം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇനിയുണ്ട് എന്ത്, ഒരു മിനിറ്റ്. ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന പ്ലേസ് വിസിറ്റ് ചെയ്തതോ പോകാൻ ആഗ്രഹിക്കുന്നതോ? ഇതും ഞാനിത് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ പഴയ Q&Aയിലെങ്ങാണ്ട 2021 എൻ്റെ 2021, അതായത് എൻ്റെ 47-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് മൂന്നാറിൽ പോകുന്നത്. അത് വീണ്ടും പറയണ്ട. അത് 21 ആൻസർ ചെയ്ത Q&A. ഇനിയും ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇത്? പോയതോന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ പോയതിലേക്ക് എനിക്ക് ഏറ്റവും, അതായത് ആ ഒരു പോക്കിന് ഫസ്റ്റ് പോക്കായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു റിസോർട്ടുമായിരുന്നു, നല്ല മൗണ്ടൻ വ്യൂ ഉള്ള, വാലി വ്യൂ ഉള്ള ഒരു റിസോർട്ടുമായിരുന്നു. എൻ്റെ പേരെന്തായിരുന്നു? ആംബർഡേൽ. അപ്പോൾ അതിൻ്റെ അകത്ത് കോവിഡിൻ്റെ സമയത്തെങ്ങാണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒറ്റ ദിവസം, അതായത് ചെന്ന ദിവസം തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം കോടമഞ്ഞും വെയിലും മഴയും 3ഉം കൂടെ ഒറ്റയടിക്ക് വൺ ആഫ്റ്റർ ദ അതർ 1 മണിക്കൂർ കൊണ്ട് കണ്ടു. അതോടുകൂടി ഇതുവരെ ഞാൻ പോയിട്ടുള്ളതിലേക്കും ഏറ്റവും രസമായിട്ടുള്ള സ്ഥലം എന്നെ സംബന്ധിച്ച് മൂന്നാറാണ്. പിന്നെ തിരിച്ചു വന്ന ഓർമ്മയുണ്ടോ? കോവിഡ് ലോക്ക്ഡൗൺ, അത് തന്നെ ലോക്ക്ഡൗൺ ഡിക്ലെയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ആണോ? അതെ, പിറ്റേ ദിവസം ആണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് പോലീസ് അവിടെ ഇവിടെയൊക്കെ റിസോർട്ടുകാർ നമുക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നു. ഫുഡ് പാക്ക് ചെയ്തൊക്കെ തന്നു. അപ്പം
അതൊന്ന്. പിന്നെ കഴിഞ്ഞ വർഷം ഈ പോയ വിയറ്റ്നാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് അവിടെ ബഡ്ജറ്റിൽ പോകാൻ പറ്റും. നമുക്കിട്ട് ലാസ്റ്റ് വിയറ്റ്നാം എയർലൈൻസ് ഒരു പണി തന്നു. വിയറ്റ്നാമല്ലല്ലോ, വിയറ്റ് ജെറ്റുകാരൊരു പണി തന്നു. എന്നാലും സ്ഥലത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം ഉക്രൈൻ ഇതുവരെ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ യൂറോപ്പിലധികം ഞാൻ പോയിട്ടില്ല. എന്നാലും സ്വിറ്റ്സർലാൻഡ് ഒരു സ്വിറ്റ്സർലാൻഡ് പാരീസ് ഓക്കെ, പക്ഷെ എന്നാലും വിയറ്റ്നാം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. സ്വിറ്റ്സർലാൻഡ് ഭയങ്കര നല്ല സ്ഥലമായിട്ട് ഇപ്പൊ ഭയങ്കര റീൽസ് അവിടെ ബാണ ഹില്ലും പിന്നെ ക്രൂയിസിൻ്റെ വരുന്നത് അവിടെ പിന്നെ ഹനോയിലൊരു ക്രൂയിസ് ഉണ്ട്. പിന്നെ ഡനാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാണ ഹില്ല് ഒരു സൂപ്പർ സ്ഥലങ്ങളാണ്. ബാണ ഹില്ലൊക്കെ എനിക്ക് തണുപ്പൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അവിടെ കൊടും മഴയും നല്ല തണുപ്പായിരുന്നു. ഗോൾഡൻ ബ്രിഡ്ജ് എൻ്റെ ആ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, എന്നാലും ആ തണുപ്പത്ത് പോലും ഞാൻ എൻജോയ് ചെയ്ത ഒരു സ്ഥലം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി ഉഗ്രൻ സ്ഥലം. അതായത് അവിടുത്തെ ഫുഡും എല്ലാ സാധനങ്ങളും വഴിനീള ഒരു രസം, ആംബിയൻസും എല്ലാം കൊള്ളാം. പിന്നെ പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഇനിയും പോകാൻ ആഗ്രഹിക്കും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പോകാൻ ആഗ്രഹമുള്ള സ്ഥലമൊന്നുമില്ല. എനിക്കങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നേ ഉള്ളൂ. ഇന്ന സ്ഥലമൊന്നുമില്ല. സ്വിറ്റ്സർലാൻഡ് പോയപ്പം അന്ന് ഇഷ്ടപ്പെട്ടു. അന്ന് സ്വിറ്റ്സർലാൻഡ് പാരീസും കുഴപ്പമില്ല. അന്ന് നന്ദുവിന് കൊണ്ടുപോയതാണ് അന്ന് ആ സമയത്ത്. ഇപ്പം അങ്ങനെ ഇപ്പം കുറേ റീൽസൊക്കെ കാണുന്നുള്ളൂ. അന്ന് ഞങ്ങൾ ഇതേപോലെ സ്വിറ്റ്സർലാൻഡ് പാരീസ് അതൊക്കെ ആ സമയത്ത് പിള്ളേർക്ക് നല്ലതാണ് അവിടെ സ്വിറ്റ്സർലാൻഡ്. മറ്റേ എന്തായിരുന്നു അതിൻ്റെ ഡിസ്നിലാൻഡ് അതൊക്കെ പിള്ളേരുടെ ഇത്. അത് നമുക്ക് എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങൾ സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ മുരളിയോട് പറഞ്ഞു, ഞാൻ പോയാലും അവിടെ വെറുതെ റെസ്റ്റ് എടുത്ത് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല. അതിപ്പോൾ എവിടെയായാലും ഒരേപോലെയൊക്കെ തന്നെയാണല്ലോ സ്ഥലങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും ടൂർ പോകുമ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പ് ടൂർ പോകത്തില്ല. കാര്യം ഗ്രൂപ്പ് ടൂറിൽ അവർ രാവിലെ 6 മണി തിരിച്ച് 9 മണി ഇങ്ങനെ റൊട്ടേഷൻ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ടൂറാണ് കൂടുതലും പോകുന്നത്. കാരണം അതാകുമ്പോൾ നമ്മൾക്കൊരു ചെറിയ ഫ്ലെക്സിബിലിറ്റി അവിടെ കിട്ടും. ഇപ്പം ടൂർ ഓപ്പറേറ്ററിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് പോവാം. എനിക്കിങ്ങനെ നല്ല ലക്ഷറി ട്രിപ്സ് റിലാക്സ് ചെയ്ത് നല്ല രസമായിട്ട് പോയി, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അങ്ങനെ അല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ പോയി ആ സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും കണ്ടില്ലെങ്കിൽ സമാധാനമില്ല, അങ്ങനൊന്നും എനിക്കില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം മുതൽ ഫോർട്ട് കൊച്ചി ഒക്കെ 100 പ്രാവശ്യം കണ്ടു. അവിടെ പോയി വെറുതെ എന്ത് കിടക്കുക? ഫോർട്ട് കൊച്ചി കടലിൽ പോയി കിടക്കണോ? ഏതെങ്കിലും കട്ടിലിനകത്ത് കിടക്കുവാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഈ വീട്ടിലെ കട്ടിലെ കിടക്കണ്ട, എവിടെയെങ്കിലും പോയി കിടക്കണം. അല്ല ഫോർട്ട് കൊച്ചിയിലെ കട്ടിൽ മതി. പക്ഷെ അവിടെ എനിക്ക് ലക്ഷറിൽ പോയി കിടക്കണം, വെറുതെ പോയി കിടന്നാൽ പോരാ. പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ ആരാണ് വിട്ടുകൊടുക്കുന്നത്? ഇപ്പൊ വഴക്കിടാറില്ലല്ലോ. വഴക്കിട്ടോണ്ടിരുന്ന സമയം വഴക്കിട്ടോണ്ടിരുന്ന അല്ല ഭൂതകാലല്ലോ, ഭൂതകാലമാണോ? ഭൂതകാലം എന്ന് എന്താ? വഴക്കൊക്കെ ഇല്ലാത്ത വീടൊന്നും കാണുമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പം അത്യാവശ്യം നല്ല സിങ്കൊക്കെ ഉണ്ട്. മീൻസ് നമ്മളെന്താ പറയുന്ന നമ്മൾ ചുമ്മാ ഈ ചില സിനിമയിലോ അല്ലെങ്കിൽ വഴിയിലോ കാണുന്ന പോലെ തേനേ പാലേ പഞ്ചാര എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതൊരു ഫ്രോഡ് കൺസെപ്റ്റായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറ്. എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എന്നുള്ള ഒരു മോഡലിലാണ് പോകുന്നത്. അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ അങ്ങനെയല്ല. നമ്മൾ ആ ഇമോഷണൽ കണക്റ്റ് നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ ഈ ഒലിപ്പിക്കുന്ന ആൾക്കാരാണെന്ന്, ഒലിപ്പിക്കൽ മീൻസ് ഈ ഒത്തിരി സൂചിപ്പിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, സ്നേഹം നടിക്കുക എന്ന് പറയാൻ പറ്റില്ല, സ്നേഹം ഒത്തിരി കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ യാവക കാര്യത്തിൽ. അത് കാണിക്കുന്നവരോടുള്ള എതിർപ്പൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇമോഷണൽ കണക്റ്റ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സിങ്ക്, ഒരു കമ്മ്യൂണിക്കേഷനൊന്നും കറക്റ്റായിട്ട് പോവില്ല. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒരു വർത്തമാനം പറയാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് വർത്തമാനം പറയും. അതിന് മാത്രം ചെറിയ ചില സമയത്ത് ഞങ്ങൾ തമ്മിൽ എന്താ പറയുന്നത്, ഇനി ഞാൻ സമയം കൊടുക്കാറില്ല.
അതിപ്പോ എല്ലാവർക്കും വീക്ക് മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ. മനുഷ്യ സഹജമാണ് അതൊക്കെ, ഒന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇമോഷണൽ കണക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത്രേ ഉള്ളൂ. അടുത്ത ഋതു ചേച്ചി, ഹൗ ഡു യു ബോത്ത് സ്റ്റേ സോ ഹാപ്പി ടുഗദർ? ഹൗ ഡു യു മാനേജ് ടു ലവ് ഈച്ച് അതർ വിതൗട്ട് എനി പ്രോബ്ലംസ്? വാട്ട് ടിപ്സ് വുഡ് യു ഗിവ് ടു യങ് കപ്പിൾസ് ഫോർ ഹാവിങ് എ ഹാപ്പി ആൻഡ് ഹെൽത്തി റിലേഷൻഷിപ്പ്? ആൻഡ് ഐ ആം വിദ്യ. ഋതുവിൻ്റെ ഇതിൽ നിന്ന് ആൻഡ് ഐ ആം വിദ്യ. ഓക്കെ, അതിൻ്റെ ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പാർട്ടി നടത്തിയോ അല്ലെങ്കിൽ കുറേ എന്താ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടോ കുറേ റീൽസ് ഇട്ടോ ഇതൊന്നും അല്ല കാര്യമുള്ളത്. എക്സ്പെക്ടേഷൻസും പാടില്ല. അതിപ്പോൾ ഞാൻ എനിക്ക് കോച്ചിങ്ങിനും കൂടെ വന്ന് കുറേ കപ്പിൾസിൻ്റെ എനിക്ക് മനസ്സിലാക്കിയ ഒരു ഇതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഹസ്ബൻഡ് വൈഫിൻ്റെതും വൈഫ് ഹസ്ബൻഡിൻ്റെതും. അതൊരു നോർമൽ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ് ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആരെയും കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരാൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേയാൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്നുള്ള എക്സ്പെക്റ്റൻസി, അല്ലെങ്കിൽ മറ്റേയാൾ ഇന്ന മാതിരി ചെയ്യണമെന്നുള്ള ഒരു എക്സ്പെക്റ്റൻസി, അതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ അതൊന്നും നമുക്കെന്താ പറയുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് കല്യാണം കഴിച്ച് കുറച്ച് നാളത്തേക്കുള്ള ഒരു സംഭവമായിട്ട് ഇതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി ആ കമ്മ്യൂണിക്കേഷനൊക്കെ നാച്ചുറലി കുറയും. ഇല്ല 100% എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ബട്ട് 90% അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുണ്ടാവും, പിള്ളേർ അവിടെ പോവും ഇവിടെ പോവും പഠിക്കാൻ പോവും, ചിലവർ പിന്നെ ഇല്ലാതാവും, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പിള്ളേർ 12 അല്ലെങ്കിൽ 12th ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ പോവും. അപ്പോൾ എഗെയിൻ വീട്ടിലാരോ ഉണ്ടാവുന്നത് ഈ ഇരിക്കുന്ന ഹസ്ബൻഡും വൈഫൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം കഴിവതും നമ്മളെന്താ പറയുക, ഈ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആർട്ടിഫിഷ്യാലിറ്റി കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ നോട്ടത്തിൽ. ആ ഇമോഷണൽ കണക്റ്റ് ഉണ്ടെങ്കിൽ സംഭവം 100% വർക്കൗട്ട് ആയിക്കോളും. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അതെ, നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ ജെന്യുവൻ ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മളിപ്പം ഓക്കെ ആദ്യത്തെ കുറേ നാൾ എന്തെങ്കിലും ഇങ്ങനെ ഒരുപാട് കാണിക്കാൻ ശ്രമിച്ച് കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും. അയ്യോ അവർ ഞാൻ വിചാരിച്ച പോലെ ചെയ്യുന്നല്ലോ. നമ്മൾ മനസ്സിലൊരു കാര്യം എക്സ്പെക്ട് ചെയ്യും, അവരിങ്ങനെ ചെയ്യണം അവരങ്ങനെ ചെയ്യണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് അവരങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കാകെ ദേഷ്യം വരും, വിഷമം വരും, സങ്കടം വരും, കരച്ചിൽ വരും. ലേഡീസിന് കൂടുതലും അത് വിഷമങ്ങളായിട്ടായിരിക്കും വരുന്നത്. ജെൻസ് കൂടുതലും മിണ്ടാതിരിക്കും, അവർക്ക് അത് ദേഷ്യം വരും, അവർ ഒരു ഡിസ്കണക്റ്റ് ആവും. അങ്ങനെ രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുക. അവസാനം കുറേ കഴിയുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്കാവും. അല്ലെങ്കിൽ അത് ആദ്യമേ എങ്ങനെയാണോ അൾട്ടിമേറ്റ് ആയിട്ട് എക്സ്പെക്റ്റൻസി ഇല്ലാതിരിക്കും. അതെ, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഓക്കെ ഒരു 1-2 കൊല്ലമൊക്കെ കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ എക്സ്പെക്റ്റൻസി ഇല്ലാതാവുക. പിന്നെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. അതായത് ഇയാളുണ്ടെങ്കിലേ ഞാനത് ചെയ്യൂ, അയാളുണ്ടെങ്കിലേ ഞാനിത് ചെയ്യുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. ഞാൻ ഒത്തിരി എവിടെയൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് നിൻ്റെ ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ക്ലാസ് മീൻസ് എടുക്കുന്ന ക്ലാസ്സല്ല, ഇത് ചിക്കു പഠിച്ചപ്പോൾ ഉള്ള ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് വീട്ടിനകത്ത് തന്നെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് വൈഫിൻ്റെ ആക്ടിവിറ്റീസ്, വൈഫിൻ്റെ ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ഹസ്ബൻഡിൻ്റെ ആക്ടിവിറ്റി. അത് ഞാൻ പറയണ ആ ഇടപെടലിൻ്റെ ഇൻ്റർഫിയറൻസിൻ്റെ ആവശ്യം അവിടെ വരില്ല, പ്രൊവൈഡഡ് ആ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര വിശ്വാസം വേണം, ഇമോഷണൽ കണക്ട് വേണം. ഇതെല്ലാം എൻ്റെ ക്ലാസ്സുകൾ കുറേ ഞാനിവിടെ നിന്ന് ഉറക്കെ കേട്ടോണ്ടിരുന്നത് മുരളിയേട്ടന് ഇപ്പോൾ പകുതിയൊക്കെ ക്ലാസ് പഠിച്ചു കേട്ടോ. അല്ല അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ഒരു ഇമോഷണൽ. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അല്ല, ആ ഡിപ്പെൻഡൻസി ഉള്ളത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. കഴിവതും ആ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക, ഇൻ്റർഫിയറൻസ് ഒഴിവാക്കുക. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഫോഴ്സ് ചെയ്ത ഒരാളിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ നോക്കുന്നതും അയാളുടെ സ്വമനസാലെ വന്ന് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ ചിലവർ സ്വമനസാല ചെയ്യില്ല, ചിലവർ കുറച്ച് കഴിയുമ്പോൾ സ്വമനസാല വന്ന് ചെയ്യും. അതൊക്കെ ഓരോ ക്യാരക്ടർ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് ഒരാളുടെ കഴുത്തിന് പിടിച്ചൊന്നും ഒരു ഇതൊന്നും ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പം
ഞാൻ എന്തെങ്കിലും ഇപ്പം എന്താ പറയുന്നത്, പണ്ട് ഞാൻ പാത്രമൊന്നും എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയായിരുന്നു. ഇപ്പം ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അത് ഈ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആൾ കുറേ നാൾ വെക്കെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇഫക്റ്റും ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ എൻ്റെ മനസ്സിലത് കയറണം. അത് കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാതെ വേറൊരാൾ 50 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അതെടുത്ത് വെക്കത്തില്ല. അപ്പോൾ എല്ലാം ഉണ്ട്, പറയുന്നതുണ്ട്, പറയുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ അടിച്ച് കൊണ്ടുപോയി വെക്കണമെന്ന് പറയുന്നു, ഒന്ന് കൊണ്ടുപോയി വെക്ക്, ഞാനിത് പതുക്കെ എപ്പോഴും പറയണോ, അല്ലെങ്കിൽ അതല്ല നമുക്ക് വീട്ടിൻ്റെ വൃത്തി വേറെ അതിനെ ഒരു നെഗറ്റീവ് ഇതിൽ പ്രസൻറ്റ് ചെയ്യാതെ ഒരു പോസിറ്റീവ് ഇതിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും. ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുമ്പം ഇറിറ്റേഷനാണ് വരിക എപ്പോഴും. അത് വൈഫിനാണെങ്കിലും വരും, ഹസ്ബൻഡിനാണെങ്കിലും വരും. അതൊരു നമ്മളിപ്പം അതിന് വേറൊരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെൻ്റൽ എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കോർട്ടിലെ ജഡ്ജ് അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹസ്ബൻഡും വൈഫും തമ്മിലുണ്ടാകുന്നത് എപ്പോഴും എങ്ങനെയാണ്, നമ്മൾ അവിടെ ഫ്രീഡം കൂടുതലായതുകൊണ്ട് എപ്പോഴും ഒരു ജഡ്ജ്മെൻ്റൽ ഇഷ്യൂവും വരും അവിടെ. അതായത് നമ്മൾ ഇന്ന മാതിരി ചെയ്യണം എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, അത് പലപ്പോഴും അത് വർക്കൗട്ട് ആവില്ല, എൻ്റെ നോട്ടത്തിലാവില്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല, അവരെയൊന്നും കുറ്റമല്ല ഞാൻ പറയണേ, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഇല്ല, ക്രേസി വാവ ഇപ്പോഴത്തെ തലമുറ വൈവാഹിക ജീവിതം ആഗ്രഹിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഭൂരിഭാഗം വിവാഹിതരും അഭിപ്രായപ്പെടുന്നു. ചേച്ചി ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഒറ്റയ്ക്കലി ഫിനാൻഷ്യലായി ഇൻഡിപെൻഡൻ്റ് ആയി ജീവിക്കുന്നതൊക്കെ അവരവരുടെ താല്പര്യമല്ല. അതിനിപ്പം ഞാൻ യോജിച്ചാലില്ലെങ്കിലും അത് അവരവരുടെ താല്പര്യം. അത് അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഈ കേസിൽ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണം, നമുക്കൊരു ഈ മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ അകത്തൊരു ബോണ്ടിങ്ങും ഒരു സംഭവമൊക്കെ വരും. നമുക്കപ്പോൾ ആ ബോണ്ടിങ് ഒന്നും വേണ്ട, ഒരു ഫ്രീ ബേർഡ് മോഡൽ, അതായത് കുറേ അടിച്ച് പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ ഒരു പിള്ളേർ വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമ്പാദിക്കുന്നത് ചിലവാക്കി കളയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പിള്ളേർ വേണം, അവർ വലുതാവുന്ന കാണണം, അവർ പഠിക്കുന്ന കാണണം, അവരെ കല്യാണം കഴിപ്പിക്കണം, ഇതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പം അതൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ കൺസെപ്റ്റിനോട് എനിക്കൊരു 50-50 യോജിപ്പുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും പണ്ടത്തെ ഒരു രീതിയും ഇപ്പോഴത്തെ രീതിയായിട്ട് വ്യത്യാസമുണ്ട്. പണ്ട് ആരുടെയും ഈ മൊബൈലും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം വീട്ടുകാരായിട്ട് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും സമയം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിലോ വഴിയിലോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ പരിപാടി. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഇപ്പം വീട്ടിലിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ചൊരു മീനിങ് ഇല്ല. അപ്പം അതാകുമ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലിവിങ് ടുഗദർ കൺസെപ്റ്റ് എനിക്ക് വേറൊരാളിനെ എന്താ പറയുക, കല്യാണം കഴിച്ചിട്ട് 2 മാസം അല്ലെങ്കിൽ 6 മാസം അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ലൈഫ് വെറുതെ ഒരു മിസറബിൾ ആക്കുന്നതിലും നല്ലത്. ഇപ്പം നമുക്ക് പല കേസുകളും കാണാറുണ്ട്. അതായത് കല്യാണം നിശ്ചയിക്കും, അത് കഴിഞ്ഞൊരു 4 മാസം 1 കൊല്ലം കഴിഞ്ഞൊക്കെ കല്യാണമുള്ളത് 4 മാസം കഴിയുമ്പോൾ അതങ്ങ് വേണ്ടാന്ന് വയ്ക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേജിൽ അത് വേണ്ടാന്ന് വയ്ക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം അത് കല്യാണം കഴിച്ചില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ കൺസെപ്റ്റും അങ്ങനെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കുന്ന കൺസെപ്റ്റ് എന്നുള്ളതല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അതൊരു ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചാണ്. എനിക്കതിനോട് എതിർപ്പുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, അച്ഛനും അമ്മയും കൂടെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ കൊണ്ടുവന്ന ആൾ ഇങ്ങനെയാണ് പറയുന്നതാണോ, അവർ തന്നെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ പേരൻസും പഴയ പോലെ ഒത്തിരി ഒരു ഫോഴ്സിങ് കൺസെപ്റ്റായിട്ടൊന്നും പോകാറുണ്ടെന്ന് തോന്നുന്നില്ല. അതെ, ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അവരുടെ ഇത് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അത് അതാ ഞാൻ പറയുന്നത്, നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരാളുടെ ഡിസിഷന് അവരെ വിടുക. അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ട. എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്?
നമ്മളുടെ വ്യൂ പോയിന്റ് പറയാം അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു കൊടുക്കുക, പറയാം, അഭിപ്രായം പറയാം. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ നോക്കുന്നത്. എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ട് ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫോഴ്സ് ചെയ്യരുത് ഒരിക്കലും. ചില 10% വർക്കൗട്ട് ആവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ ഒരു ജനറേഷനൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അത് പിള്ളേർക്ക് ഡിസിഷൻ എടുക്കാൻ ഇത് കൊടുക്കുക, അവസരം കൊടുക്കുക. അവരുടെ ലൈഫ് അവർ ഡിസൈഡ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. ഒരിക്കലും ഒരു കാര്യവും ഫോഴ്സ് ചെയ്യരുത്, അടിച്ചേൽപ്പിക്കരുത്. അത് തന്നെ, അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ബാക്കി മുരളിയേട്ടനോടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ബാക്കി ഗായത്രി ഡാൻസ് ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ. ഡയറ്റിനെ കുറിച്ച് പറയൂ രമ്യ മണികണ്ഠൻ. ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു കൊല്ലമായിട്ടൊരു ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ജിമ്മിൻ്റെ ഒരു ഡയറ്റ് എന്നത്തെ ഞാൻ ചോദിച്ചാൽ Q&A വന്നിട്ട് 3-4 ആഴ്ചയായി. ഞാൻ ഇപ്പോഴാണ് ഇത് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതേ ഉള്ളൂ. ഡയറ്റ് അവരുടെ ഒരു ഡയറ്റ് ഉണ്ട്. ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും ചോദിച്ചു കീറ്റോ ഡയറ്റ് എങ്ങനെയുണ്ട്. കീറ്റോ ഡയറ്റൊന്നും അല്ല എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കണ്ടമാനം ഇൻടേക്ക് ഉണ്ടായിരുന്നു, പ്രോട്ടീൻ തീരെ കുറവായിരുന്നു. അപ്പോൾ ഇത് ചെയ്തൊന്നുമില്ല, കാർബോഹൈഡ്രേറ്റ് ശകലം കുറച്ചു, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടി, പിന്നെ ജിം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്നു, നടപ്പ് തീറ്റി. അപ്പം ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മളുടെ ഒരു ഇത്തിരി ഒരു മൈൻഡ് സ്ട്രെങ്ത് വേണം ഈ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ല പട്ടിണി കിടക്കലല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതിൽ ഫുഡ് ആക്ച്വലി ഞാൻ കൂടുതൽ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസവും ആണ് കൂടുതൽ. ക്വാണ്ടിറ്റി ആക്ച്വലി കുറവല്ല, അത് കൂടുതൽ തന്നെയാണ്. ഒന്നിലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇല്ലേ കൂടുതലാണ്. മുരളിയേട്ടൻ നന്നായിട്ട് ജിം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മുരളിയേട്ടൻ തീറ്റി കളിക്കുന്നുണ്ട്, മുരളിയേട്ടൻ രാവിലെ നടക്കുന്നുണ്ട്, മുരളിയേട്ടൻ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മുരളിയേട്ടൻ്റെ ഡയറ്റ്. അല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതിലും കഴിക്കുന്നുണ്ട് ഇപ്പോൾ. ഇല്ല, മുരളിയേട്ടൻ ചോറ് നന്നായിട്ട് കഴിക്കുമായിരുന്നു. ചോറ് അതാണ് ഞാൻ പറഞ്ഞത്. അത് നേരത്തെ ഇപ്പം എൻ്റെ അടുത്ത് ഡയറ്റ് തന്നിരിക്കുന്നത് വെച്ചിട്ട് എനിക്ക് 125 ഗ്രാം ചോറാണ് കഴിക്കാൻ പറ്റുക. അതായത് ഒരു 3 സ്പൂൺ 4 സ്പൂൺ ഇടുമ്പോഴത്തേക്ക് ആ ക്വാണ്ടിറ്റി ആവും, ഇത്രേ ഉള്ളൂ. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തവി ഇങ്ങനെ ഇട്ട്, അപ്പം ഞാൻ ആലോചിക്കുന്നത് നേരത്തെ അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന 500 to 600 1/2 കിലോയുടെ മേളിൽ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കഴിഞ്ഞ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളത് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി അല്ല. പിന്നെ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പോർഷൻ കൺട്രോളാണ് കേട്ടോ. എനിക്ക് വർക്കൗട്ട് ഒന്നുമേ ഇല്ല. ഇപ്പോൾ കുറച്ച് ഡമ്പലെടുത്ത് ഇങ്ങനെ കാണിക്കും. വർക്കൗട്ട് അല്ല, ഡാൻസ് ഉണ്ട്, വേറെ വർക്കൗട്ട് ഒന്നും. ഡാൻസ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. പോർഷൻ കൺട്രോൾ മാത്രമേ ഉള്ളൂ. ചോറ് പറഞ്ഞാൽ 3-4 ടേബിൾ സ്പൂൺ. അല്ല ചോറ് കുറയ്ക്കുന്നത് കൊണ്ട് ആർക്കും ദൂഷ്യമൊന്നുമില്ല. കാരണം നമ്മൾ പാരലായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീന് ചെറുപയർ കഴിക്കാം, ചിക്കൻ അല്ല വെജിറ്റേറിയൻ പനീർ ഒരുപാട് പാടില്ല. ചോറിൻ്റെ കൂടെ പയർ കഴിക്കാം, പിന്നെ ഇതൊക്കെ കഴിക്കാം. നമ്മുടെ വെജിറ്റേറിയൻസിനാണോ പറയുന്നത്? അതെ, പയറെന്ന് പറഞ്ഞാൽ വൻപയർ, പിന്നെ സോയാബീൻ കഴിക്കാം. പിന്നെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ്, കടല ഇതൊക്കെ കഴിക്കാം. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് ഈ എഗ്ഗിൻ്റെയൊക്കെ ചുമപ്പ് ഞാൻ എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ചുമപ്പ് കളയാതല്ല, ഞാൻ ദിവസവും 2 എഗ്ഗ് ആവറേജിൽ കഴിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് 2 പേരുടെ മുരളിയേട്ടൻ്റെ 2 മുട്ട മാത്രമാണ്, ചപ്പാത്തി ഇല്ല മുട്ടയുടെ കൂടെ. മുരളിയേട്ടൻ ഒരു ഗ്രീക്ക് യോഗേർട്ട് 50 ml പാക്ക് പ്ലസ് 2 എഗ്ഗ്, 100 ഗ്രാമിൻ്റെ പാക്ക് പ്ലസ് 2 എഗ്ഗ്. എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു മുട്ട. ഇത് വിത്ത് ചപ്പാത്തി അല്ല, ഓൺലി ദിസ് ആണ്. സാധാരണ എല്ലാവരും വിത്ത് ചപ്പാത്തിയാണ്, വിതൗട്ട് ചപ്പാത്തി. പിന്നെ ഞാൻ എന്താ പറയുന്നത്, നോൺ വെജ് ഞാൻ ഒട്ടും കഴിക്കാത്ത ആളായിരുന്നു. അതിപ്പോൾ ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടേണ്ടത് കൊണ്ട് ഞാൻ ചിക്കൻ കഴിക്കുന്നുണ്ട്. ഫിഷുമായിട്ട് എനിക്ക് അങ്ങോട്ട് മാനേജ് ആകാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ചിക്കൻ ഡയറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് കഴിക്കുക. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീൻ ഫാറ്റുള്ള, അതായത് കൊഴുപ്പ് കുറഞ്ഞ ഫാറ്റുള്ള സ്ഥലമാണ് ചിക്കൻ ബ്രസ്റ്റ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ തൈര് പിന്നെ ഞാൻ ഓരോരുത്തർക്ക് ചിലവർക്ക് തൈര് തൈര് ഞാൻ ഇത്രയാണ് ചോറും തൈരും
ചിക്കനും ഒരു വെജും ഉണ്ടാവും. തൈരും ചിക്കനും കഴിക്കാൻ പാടില്ല എന്ന് അതിനകത്ത് ചോറ് ഒരു 125 ഗ്രാം ഉണ്ടാവും, ചിക്കൻ ഒരു 150 ഗ്രാം അടുപ്പിച്ചുണ്ടാവും, തോരൻ ഓർ വാട്ടവർ 100 ഗ്രാം ഉണ്ടാവും. അല്ല, ഇപ്പൊ ആൾക്കാർ പറയും തൈരും ചിക്കനും വിരുദ്ധ ആഹാരമാണെന്ന് ഇപ്പൊ കമന്റ് വരില്ല. പറഞ്ഞോട്ടെ, ഞാൻ പറയണത് എല്ലാ ദിവസവും തൈര് വേണമെന്നില്ലല്ലോ, പുളിശ്ശേരി ആവാം, പുളിശ്ശേരി ആക്കി കഴിച്ചാലും മതി. പിന്നെ ഞാൻ ചിലപ്പോൾ ഇത്തിരി സാലഡ് അതിൻ്റെ കൂടെ കഴിച്ചു എന്ന് വരും. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളാ ഇനീഷ്യലി ഒരു 2 ആഴ്ച അത് ആ ഡയറ്റുമായിട്ടൊന്ന് അഡ്ജസ്റ്റായി വരാൻ ശകലം ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറതുമായിട്ട് യൂസ്ഡായി നമുക്ക് വിശപ്പൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ആക്ച്വലി ഞാൻ ശകലമൊക്കെ ഡയറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രേക്ക് ചെയ്താലും വിതിൻ ഒരു ദിവസം മാക്സിമം 2 ദിവസം പഴയ വെയിറ്റിലോട്ട് വരുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാതിരുന്നിട്ടൊന്നുമല്ല ആ വെയിറ്റ് പഴയതിലോട്ട് വരുന്നത്. അത് ആ ഒരു മെയിൻ്റനൻസ് ഫോർമാറ്റിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ആയിക്കോളും. അതിന് ഒത്തിരി പേഷ്യൻസ് വേണമെന്ന് മാത്രം. അല്ലാതെ ഒരാഴ്ച കൊണ്ട് 4 കിലോ കുറയ്ക്കുക ഇങ്ങനെയൊന്നും നടക്കുകയൊന്നുമില്ല. അതിപ്പം കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ അടുത്തത് ബിഗ് ബാങ് ഫോർ എവർ. ക്ഷീണിച്ചോ? ഇല്ല, കഴിഞ്ഞില്ല. നുള്ളിയുടെ ക്ഷമ നശിച്ചു. ഇതും കൂടെ കഴിഞ്ഞ് പൊക്കോ. ഒന്നാമതെ ഈ സൗണ്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ഫാനെല്ലാം ഫാൻ ഓഫ് ചെയ്തിരിക്കുക. ഇല്ല, ഇതുകൂടെ കഴിഞ്ഞ് പൊക്കോ. നിശ്ചയിച്ച് മുരളിയേട്ട, ഞാൻ സുമി, 2 ആളോടും ദൈവം മുന്നിൽ വന്നിട്ട് 2 വരം ചോദിക്കാൻ പറഞ്ഞാൽ എന്ത് ചോദിക്കും? ഇവരുടെ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം മുരളി ഇതിന് പറ. 2 ആളോടും ദൈവം മുന്നിൽ വന്നിട്ട് 2 വരം ചോദിക്കാൻ പറഞ്ഞാൽ എന്ത് ചോദിക്കും? വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോസിബിളായിട്ടുള്ള കാര്യം അല്ല, എന്നാലും നന്ദുവിനെ ഒന്ന് കാണിച്ചു തരാൻ പറയും, കൂടെ നിർത്താനൊന്നും പറയൊന്നുമില്ല. ഞാനും അത് തന്നെയാ ചോദിക്കാനുള്ളൂ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തട്ടുമുട്ടൊന്നും കൂടാതെ സന്തോഷവും സമാധാനവും ആയിട്ട് പോവുക. കാര്യം ഞാൻ ഒത്തിരി ഈ സമാധാനപ്രിയനാണ്. ചെറിയ ഷോർട്ട് ടെമ്പറൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ജനറലി സമാധാനപ്രിയനാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ആളാണ്. ഇതിന്ന് വരെന്തോ സമാധാനപ്രിയല്ല. വരല്ലേ ഒന്ന് നന്ദുവിനെ അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ തട്ടുകേടൊന്നും ഇല്ലാതെ നമ്മളെന്താ പറയുന്നത്, നമ്മള് ബാക്കിയുള്ള പെട്ടെന്ന് വേറെ കാര്യങ്ങളിലോട്ട് ആലോചിച്ചത്. എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് പറഞ്ഞോട്ടെ, നടക്കില്ല എന്ന് വിചാരിക്കരുത്, നടക്കും. അത് ഏതെങ്കിലും ഫോമിൽ നടക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്ന ഒരു ലൈഫ് നന്നായിട്ട് പോവുക. അതായത് എന്താ പറയുക, നമ്മളുടെ ട്രിപ്പും ആരോഗ്യം എല്ലാം നന്നായിട്ട് പോവുക. അതിന് എന്ത് വേണം? ഇതൊക്കെ ട്രിപ്പും ലൈഫും അതും ഇതും എല്ലാം നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ആർത്തിയാണെന്ന് ആരും വിചാരിക്കരുത്. നമുക്കിപ്പം ഒരു സാധനം നമ്മൾ റൺ ചെയ്യുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ആ സന്തോഷം നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേജ് വരണം. അത്രേ ഉള്ളൂ. എനിക്കെന്തെങ്കിലും പറയാം? എനിക്ക് നന്ദുവിനെ കാണാൻ അത് പറ്റും. ബാക്കിയെല്ലാം ഓൾറെഡി വരും. എനിക്കത് വന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻ്റ് ആണ് എപ്പോഴും. നിശ്ചയിച്ച് ഇനി സോളോ ട്രിപ്പ് പോകുമോ? എങ്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം. സോളോ ട്രിപ്പ് പിന്നെ ഡെഫിനറ്റ് ആയിട്ട് പോകും. ആഗ്രഹിക്കുന്ന സ്ഥലം അത് പെട്ടെന്ന് വെളിപാടുണ്ടാവുന്ന സ്ഥലത്ത് പോകും. ഒരു സോളോ ട്രിപ്പ് പോയതിൻ്റെ 4 മാസം കിടന്നത്, അത് കാലം പോയത് നടന്നിട്ട് അത് പെട്ടെന്ന് തോന്നലുണ്ടായി പോകുന്നത്. അത് നേരത്തെ ആഗ്രഹിച്ചിട്ടല്ല പോകുന്നത് കേട്ടോ. പെട്ടെന്ന് എനിക്ക് കോള് വരും. എനിക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഡയറക്റ്റ് തന്നെ അവിടുത്തെ ആള് വിളിക്കും, ദൈവം വിളിക്കും, ഞാൻ പോവും. അത് തന്നെ. ഇനി മുരളിയേട്ടൻ പൊക്കോ. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞോളാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മുരളിയേട്ടാ. വേറൊന്നുമില്ല. കണ്ടതിൽ വളരെ സന്തോഷം. അടുത്തത് ചിത്ര റാം. ഹായ് നിഷ, ഹൗ ഹാസ് യുവർ ലൈഫ് ചേഞ്ച്ഡ് ആഫ്റ്റർ ബിക്കമിങ് എ ലൈഫ് കോച്ച്? How much has it had an effect in your relationship with your family members and friends? If you don't mind, can you tell about any unforgettable incidences as a life coach? ലൈഫ് കോച്ച് ആയതിനു ശേഷം എൻ്റെ റിലേഷൻഷിപ്പ് ഫാമിലിയിൽ ചേഞ്ച് നല്ലോണം വന്നു കേട്ടോ. കാരണം നേരത്തെ ഞാൻ ലൈഫിനെ കണ്ടൊരു പെർസ്പെക്റ്റീവ്, ഇപ്പോൾ പുള്ളിയുടെ പറഞ്ഞ പോലെ ഞാനൊരു റിലേഷൻഷിപ്പ് കോച്ച് ആയതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഇപ്പം ഒരു ജഡ്ജ്മെൻറ്റ് കൂടാതെ എൻ്റെ ഇൻലോസിനെ ആണെങ്കിലും എൻ്റെ പേരൻസ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം അമ്മയാണെങ്കിലും ഒക്കെ
അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെന്ത് പറഞ്ഞാലും എനിക്കൊക്കെ അവരെന്താ ഇങ്ങനെ പറയുന്നത്, എന്നാലും അവരെന്നെ അങ്ങനെ മനസ്സിലാക്കുന്നില്ലല്ലോ, അങ്ങനെ പല തോട്ട്സ് വരുമായിരുന്നു. ഇപ്പം ആ ഒരു ജഡ്ജ്മെൻ്റൽ ഫാക്ടർ നന്നായിട്ട് മാറി. കാരണം നമ്മൾ നമ്മുടെ ക്ലയൻസിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ക്ലയൻസ് അവർ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളോട് വന്ന് പറയുന്നത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്ത് അവരെ കേൾക്കാൻ തുടങ്ങിയാൽ അതൊരിക്കലും നല്ലൊരു കോച്ച് ഒരിക്കലും ജഡ്ജ്മെൻറ്റിലാവാൻ പാടില്ലല്ലേ. ആ ഒരു കോച്ച് ജഡ്ജ്മെൻറ്റിലാവാൻ തുടങ്ങിയാൽ ആസ് എ കോച്ച് ഞാനൊരു ഫെയിലിയർ ആവും. അപ്പം ഒരു കോച്ച് ഷുഡ് നോട്ട് ബി ജഡ്ജ്മെൻറ്റൽ ഒരിക്കലും. അപ്പം ആ ഒരു ജഡ്ജ്മെൻറ്റൽ ഫാക്ടർ എന്നിൽ നിന്ന് പാടെ പോയി. അത് എന്നെ ആസ് എ ഫാമിലി മെമ്പർ എൻ്റെ റിലേഷൻഷിപ്പിലും ബാക്കി എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും ഒക്കെ എനിക്ക് സെൽഫായിട്ട് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെ ഈ കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അത് എന്നിൽ നിന്ന് തന്നെ എനിക്ക് തന്നെ ഒരു നല്ല മാറ്റം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ബാക്കി അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. പിന്നെ ഒരു നല്ലൊരു ലിസണർ ആവാൻ പറ്റി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ നല്ലൊരു ലിസണറാണ്. കാരണം ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് പേഷ്യൻസോടുകൂടി ലിസൺ ചെയ്യാൻ പറ്റണം. അപ്പം ഞാൻ നല്ലൊരു ലിസണറാണ്. കാരണം അവർ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ടുള്ളൊരു ക്ഷമ വേണം, പേഷ്യൻസ് വേണം. അപ്പം പിന്നെ ഇനി അൺഫോർഗറ്റബിൾ ഇൻസിഡൻസസ് ആസ് എ ലൈഫ് കോച്ച് ഒരുപാട് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. മെയിനായിട്ടും ഒരുപാട് പേരുടെ ലൈഫ് നമ്മൾ കാരണം അവർ വരുമ്പോഴത്തേക്കും ഭയങ്കര ഈ ഡിസ്ട്രസ്ഡായിട്ട് ഭയങ്കര ഇങ്ങനെ വളരെ മോശം സ്റ്റേജിലിങ്ങനെ ആകെ ഡിസ്റ്റർബ്ഡായിട്ട് ഉള്ള സ്റ്റേജിലൊക്കെ വന്നിട്ട് നമുക്കിങ്ങനെ എൻ്റെ സെഷൻ എന്ന് പറയുന്നത് വീക്ക്ലി വൺസാണ്. അപ്പം ഓരോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ ചേഞ്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അത് അവർ പറയുമൊന്നും വേണ്ട. ചിലർ ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ചിലരുടേത് നമുക്ക് പറയാതെ തന്നെ അവരുടെ മുഖത്തും നമുക്ക് ആ ഒരു പ്രസന്നത അറിയാൻ പറ്റും. അത് ഭയങ്കര ഇതാണ്. നമുക്ക് തന്നെ അവരെ കാണുമ്പോഴത്തേക്കും ഇവർ വന്നപ്പം ഇരുന്ന ഒരു മട്ടും, കാരണം വരുമ്പോഴത്തേക്കും ആകെ ഇങ്ങനെ കരഞ്ഞ് നമ്മുടെ മുടിയൊക്കെ വല്ലാതെ ആ ഒരു തളർന്ന അവശയായിട്ട് വരുന്നതും ഓരോ ആഴ്ച കഴിയുന്തോറും അവരുടെ ആ മുഖത്തെ ഒരു പ്രസന്നത അതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ആ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് അവർ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മാറുന്നതും അത് എനിക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷനാണ്. പിന്നെ അൺഫോർഗറ്റബിൾ ഇൻസിഡൻസസ് എന്ന് പറയുന്നത് ആയിട്ട് 1-2 പേരുണ്ട്. അതിൽ ഒരു മേജർ ഇൻസിഡൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീഫ് സപ്പോർട്ടിന് വന്നൊരു സെഷനാണ്. ആ പുള്ളിക്കാരി ഹസ്ബൻഡ് പോയിട്ട് വന്നതാണ്. ഹസ്ബൻഡ് പോയി അധികം നാളായില്ല, 1 മാസം കഴിഞ്ഞിട്ടാണ് സെഷന് വന്നത്. അതെന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ലൈഫിൽ എന്ത് ചെയ്യണം എന്ന് തന്നെ ആകെ ഒരു മിഡിൽ സ്റ്റേജ്. കാരണം ഹസ്ബൻഡ് നല്ലൊരു ജോലിയായിട്ട് നല്ലൊരു പൊസിഷനിൽ നിന്നൊരാളാണ്. നാട്ടിലല്ലായിരുന്നു, പുറത്തായിരുന്നു. നല്ലൊരു പൊസിഷനിൽ നിന്നൊരാൾ പെട്ടെന്ന് അവരൊരു നല്ല ഒരു ലിവിങ് ഇതിൽ നിന്ന് പെട്ടെന്ന് മോനുണ്ട്. അപ്പം അത് മോനെ പഠിപ്പിക്കണം, അത് ചെയ്യണം. അവർക്ക് ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ ആ നല്ലൊരു താമസിക്കുന്ന പെട്ടെന്ന് അതിൽ നിന്നൊരു 1 ബെഡ്റൂമിലോട്ട് ഒരു 2-3 ബെഡ്റൂം ഫ്ലാറ്റിലൊക്കെ താമസിച്ചിട്ട് പെട്ടെന്ന് അതിൽ നിന്നൊരു 1 ബെഡ്റൂമിലോട്ട് മാറേണ്ടി വരുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ആ ഇതിൽ നിന്ന് അവർ യാത്രകളൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സ്റ്റേജ് ജീവിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവർ 1 ബെഡ്റൂമിലോട്ട് മാറേണ്ടി വന്നു. അവർക്ക് ജീവിതം എങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അവരുടെ എക്സ്പീരിയൻസ് എല്ലാം മൊത്തത്തിലൊരിതാണ്. അപ്പം ആ ഒരു ലേഡിയെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ജോലി തന്നെ എനിക്കാണ്. വെച്ചാൽ എല്ലാ ദിവസവും പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ആദ്യം ഒന്നും പറയാൻ തന്നെ പറ്റുന്നില്ല. പുള്ളിക്കാരി എല്ലാ ദിവസവും കരച്ചിലോടെ കരച്ചിൽ വെച്ച് പുള്ളിക്കാരിക്ക് ദൈവത്തെ മൊത്തം ഇങ്ങനെ ദേഷ്യമാണ്. ഹസ്ബൻഡ് ഭയങ്കര ഒരു കൃഷ്ണ ഭക്തനായിരുന്നു. വലിയ പ്രായമില്ല കേട്ടോ, മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോനാണ്. എല്ലാവരോടും ദേഷ്യം, ദൈവത്തോട് ദേഷ്യം, എല്ലാവരോടും ദേഷ്യം, അങ്ങനെ ആയിട്ട് വന്നതാണ്. മൊത്തത്തിൽ അങ്ങനെ ദേഷ്യം, എല്ലാവരോടും ദേഷ്യം. എന്നുവെച്ചാൽ ഹസ്ബൻഡിനോട് വരെ ഒരു ദേഷ്യം. കാരണം എന്നെ ഇട്ടേച്ച് പോയല്ലോ, ആ ഒരു സ്റ്റേജിൽ നിന്ന ഒരാൾ. അവർ ഓരോ ആ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് പതുക്കെ ആ ഒരു റിയാലിറ്റിയിലോട്ട് അടുത്തടുത്ത് വന്ന് അവർ ഇതിലോട്ട് മെല്ലെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് അവരെ നമ്മളൊരു ഹാൻഡ് ഹെൽഡ് ചെയ്ത് വന്ന് അവർ ഓരോ കാര്യങ്ങളും പതുക്കെ മോനെ ഓരോന്ന് ചെയ്യിക്കുന്നു. എല്ലാം റിയാലിറ്റി ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് അവർ എല്ലാം തിരിച്ച് പിടിച്ച്
പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്ത് ഞാൻ ഓരോ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് അവർ ജീവിതം മെല്ലെ മെല്ലെ അവർ നോർമലായി ഓക്കെ വന്ന് അതൊക്കെ ഇതെനിക്ക് ഭയങ്കര പറയുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് വരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു ഇതായിരുന്നു. കാരണം അതൊക്കെ നമുക്ക് ഭയങ്കര, കാരണം എൻ്റെ തന്നെ ഒരു ജീവിത ലൈഫ് പർപ്പസ് അതാണ് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളായിരുന്നു. കാരണം അങ്ങനെ പിന്നെ ഒരുപാട് അമ്മമാരുണ്ട്, അങ്ങനെയുള്ള മക്കൾ നഷ്ടപ്പെട്ട 2-3 അമ്മമാർ. അവർക്കൊക്കെ അവർ വന്നപ്പം അവർക്ക് ജീവിതം തന്നെ മതിയായി എന്ന് തോന്നിപ്പോയ അമ്മമാരാണ്. അവർക്കൊക്കെ ഓരോ 3-4 ആഴ്ച കഴിയുമ്പോൾ വന്ന ചേഞ്ചസ്, കാരണം ഞാൻ നോക്കിയപ്പോൾ എന്നെ പോലുള്ള അമ്മമാരാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഞാൻ ആ സ്റ്റേജിൽ കൂടെ പോയവരാണ്. നോർമലായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് അത്രയും ആ സ്റ്റേജിൽ കൂടെ പോയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പെയിൻ മനസ്സിലാക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ആ ഒരു ചേഞ്ച് കണ്ടപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു ലൈഫ് പേർപ്പസ് അതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത് ഒരു ലൈഫ് കോച്ച് ആയത് എന്ന് മനസ്സിലാക്കിയ ഒരു ഇതാണ് അത്. ഈ ഗ്രീഫ് സപ്പോർട്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഒരു ലേഡീസൊക്കെ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല, ഇൻലോസിൻ്റെ സപ്പോർട്ടില്ല, ഒന്നുമില്ല. അവർക്ക് ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് തന്നെ അറിയത്തില്ല, സ്വന്തമായിട്ടൊരു ഇൻകം ഇല്ല. അവർക്കൊക്കെ ഒരു എന്താണ് മുന്നോട്ട് ഒരു പാത നയിച്ചു ചെയ്ത് ആ ഒരു പേർപ്പസൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ അതൊക്കെ ഒരു വല്ലാത്തൊരു മൊമെൻറ്റ്സാണ്, ഒരു ഹാപ്പി മൊമെൻറ്റ്സാണ്. ഒരുപാട് പേരുണ്ട് എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാനായിട്ട്, 1-2 പേരൊന്നും അല്ല. അടുത്തത് രാഖി ശങ്കരൻ ചേച്ചി, ആസ് എ ലൈഫ് കോച്ച് കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു ഇംപ്രൂവ് അവർ കോൺഫിഡൻസ് ആസ് എ ലൈഫ് സ്കിൽ ടൂൾ ഇൻ പാർട്ട് ഓഫ് നെഗറ്റീവ് പീപ്പിൾ അറൗണ്ട് മീ. രാഖി, നെഗറ്റീവ് പീപ്പിൾ പറയുന്നത് നമ്മൾ എന്തിനാണ് ബോദർ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ലെറ്റ് ദം ടോക്ക്, അല്ലേ? അവർ പറഞ്ഞോട്ടെ, നമ്മളത് എന്തിനാണ്, അവർ പറയുന്നതാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതല്ലേ നമ്മുടെ റിയാലിറ്റി ആവുള്ളൂ. അവർ പറഞ്ഞോട്ടെ, നമ്മളത് ബോദർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അല്ലേ? അത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകട്ടെ എന്ന് തന്നെ വിചാരിക്കുക. ലെറ്റ് ദം ടോക്ക്, അത് ലെറ്റ് ഇറ്റ് ബി എന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അത് അവർ പറയുന്നതാണ് റിയാലിറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ അത് പ്രശ്നമാവുക. അയ്യോ അവർ പറയുന്നത് ശരിയാണോ എന്ന് എപ്പോഴും വിചാരിക്കാൻ പോയാൽ അങ്ങനെ തന്നെ അത് റിയാലിറ്റി ആവും. നമ്മളെപ്പറ്റി തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കുക. അതിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ കറേജാണ്. ആ നെഗറ്റീവ് ആൾക്കാരെ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ കറേജിയസ് ആവുകയാണ് അതിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ, അതിനൊരു പ്രത്യേകിച്ചൊരു എളുപ്പ വഴിയൊന്നുമില്ല. ബി കറേജിയസ്. അത് അവർ പറയുന്നത് കൊണ്ടല്ല ഇയാളുടെ കോൺഫിഡൻസ് പോകുന്നത്, അവർ പറയുന്നത് സത്യമാണോ എന്ന് ഇയാൾ വിചാരിക്കുന്നത് കൊണ്ടാണ്. അത് അല്ലാതെ അവർ പറയുമ്പം ഇയാളുടെ കോൺഫിഡൻസ് പോകുന്നതല്ല. അതാണോ സത്യം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകുന്നതാണ് അവിടെ പ്രശ്നമാകുന്നത്. ഇപ്പം ആ ആൾ തന്നെ പറയാണ്, ഈ രാഖിയുടെ മുടി ചുമന്നതാണോ അല്ലെങ്കിൽ രാഖിയുടെ മുടി പച്ചയാണോ എന്ന് ചോദിച്ചാൽ രാഖിക്ക് ടെൻഷൻ വരുമോ? ഇല്ലല്ലോ. അപ്പം നേരെ മറിച്ച് വേറൊരാൾ രാഖിയോട് ചോദിക്കുക, രാഖി നീ എന്താ ഒന്നും ചെയ്യാതെ ഇങ്ങനെ മടിച്ചായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഖി നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അവർ പറയുമ്പോഴത്തേക്കും എന്തിനാണ് രാഖി ടെൻഷൻ ആവുക അല്ലെങ്കിൽ രാഖിയുടെ കോൺഫിഡൻസ് പോകുന്നത്? അപ്പം അങ്ങനെ തന്നെ വിചാരിക്കുക, രാഖിയെ പറ്റി രാഖിക്ക് തന്നെ ഒരു സെൽഫ് ബോധ്യം ഉണ്ടാകണം, രാഖിയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ തന്നെ കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലാണ്. വേറൊരാൾ പറയുന്നത് കേട്ട് അത് ഡിസ്റ്റർബ്ഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം, അല്ലേ? അപ്പം അതിൽ അവർ പറഞ്ഞോട്ടെ, ലെറ്റ് ഇറ്റ് ബി. അല്ലാതെ ബാക്കിയുള്ളവരുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് അവർ പറയുന്നത് കേട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവേണ്ട കാര്യമേ ഇല്ല. ഓക്കെ. രജിത, പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ട്രാൻസ്ഫോർമേഷൻ. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതിനും വീണ്ടും ഞാൻ ഒരു ലോങ് സ്റ്റോറി ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. ഒരു 2-3 വർഷം എടുത്ത ഒരു ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ. ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് പോയി. ഡോക്ടേഴ്സ് മീൻസ് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒത്തിരി സൈക്കാട്രിക് മെഡിസിൻസ് കഴിച്ചിട്ടുണ്ട്, പാനിക് അറ്റാക്സ് വന്നിട്ടുണ്ട്, അൺകോൺഷ്യസ് ആയി വീഴുമായിരുന്നു. അങ്ങനെ പല മോശം സിറ്റുവേഷൻസിലും കൂടെ പോയിട്ട് അവസാനം ഞാൻ തന്നെ മനസ്സിലാക്കി ഒരു മെഡിസിനും ഒന്നും എന്നെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കാൻ പറ്റും എന്നെനിക്ക്. എന്നും പറഞ്ഞ് ഞാൻ മെഡിസിനൊന്നും ഒരു ഫെയിലുവറാണ് അങ്ങനെ ഞാൻ പറയുമല്ല. ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിനെയും ഞാൻ അങ്ങനെ പറയുമല്ല കേട്ടോ. പിന്നെ അങ്ങനെ ആക്കരുത്. മെഡിസിൻസിന് ഒരു പരിധി വരെ നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ആക്കാൻ പറ്റും. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളെ ഒന്ന് നേരെ ആവണം എന്ന് ഞാൻ തന്നെ വിചാരിക്കണം, അല്ലേ? ഈ
ഇതിനെയൊക്കെ മെഡിസിൻസൊക്കെ നമ്മുടെ ഒരു ഇതിനെ ഒന്ന് കാം ഡൗൺ ആക്കാനേ പറ്റുള്ളൂ. കാരണം മെഡിസിൻസ് കഴിക്കുമ്പം ഞാൻ അവസാനം കുറച്ചൊന്ന് എനിക്കൊരു തളർച്ചയായിട്ട് ഞാൻ കിടക്കുക തന്നെയായിരുന്നു ലിറ്ററലി. ഞാൻ എങ്ങനെയൊക്കെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എൻ്റെ ആക്ടിവിറ്റീസൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കിച്ചൺ എങ്ങനെയെങ്കിലേക്ക് മാനേജ് ചെയ്യാം. പക്ഷേ എനിക്ക് എന്നിട്ടും ഞാൻ ഒരു ഇതായിട്ട് കിടക്കുക. കാരണം എനിക്ക് വല്ലാതെ വരും, തല വല്ലാതെ വരും. ഓരോ മെഡിസിൻസും കാരണം എനിക്ക് അവസാനം പല പല മെഡിസിൻസ് മാറ്റേണ്ടി വന്നു, മാറ്റേണ്ടി വന്നു. കാരണം അവസാനം എനിക്ക് തന്നെ മനസ്സിലായി ഓക്കെ ഒരു രക്ഷയില്ല. കാരണം പുതിയ പുതിയ മെഡിസിൻസ് കഴിക്കുമ്പം എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്. കാരണം എനിക്ക് കിഡ്നി റിമൂവ് ചെയ്താണ്. ഞാൻ സിംഗിൾ കിഡ്നിയാണ്. ഞാനൊരു മാലിഗ്നൻസി പേഷ്യൻ്റാണ്. 6 months കൂടുമ്പം ഞാൻ ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ അടുത്ത് ഇതിന് പോകുന്നുണ്ട്, ചെക്കപ്പിന് പോകുന്നുണ്ട്. എൻ്റെ ഗോൾ ബ്ലാഡർ റിമൂവ്ഡ് ആണ്. ഇപ്പം ഹിസ്റ്റക്ടമി കഴിഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ മുട്ട് ഇതുമായിട്ട് ബന്ധമില്ല, എന്നാലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, പല 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 പ്രശ്നങ്ങളുണ്ട്. പിന്നെ മൈഗ്രെയിൻ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പം ഈ മെഡിസിൻസ് മാറ്റുമ്പം എൻ്റെ ബോഡി കണ്ടീഷൻസ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ മെഡിസിൻസ് ഒന്നും എൻ്റെ ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ ഓരോ സൈക്കാട്രിക് ഡ്രഗും എൻ്റെ ബോഡിയായിട്ട് ഏൽക്കാനായിട്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഒരു സിറ്റുവേഷനായിരുന്നു അത്. എങ്ങനെയൊക്കെ ഞാൻ ഒരു മെഡിസിൻസ് ഒന്ന് അഡ്ജസ്റ്റായി വരുമ്പോഴത്തേക്കും പിന്നെ പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഓക്കെ മെഡിസിൻസ് കഴിച്ചാണെങ്കിലും എനിക്ക് പക്ഷേ മെഡിസിൻസ് കഴിക്കുമ്പോഴും എനിക്ക് പാനിക് അറ്റാക്ക് വരുമായിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാണ് ഞാൻ ഈ മെഡിസിൻസ് കഴിക്കുന്നത്, കഴിച്ചിട്ടും എനിക്ക് പാനിക് അറ്റാക്ക് വരും, കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യം ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ നോർമൽ മെഡിറ്റേഷൻസ് ആദ്യം ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ ചക്ര മെഡിറ്റേഷൻ ചെയ്തു. അങ്ങനെ എൻ്റെ ചക്ര എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ അത് ആദ്യം പഠിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഒരു മെഡിറ്റേറ്ററാണ്. പിന്നെ ഹോപ്പനോപ്പനോ ചെയ്തു. ഹോപ്പനോപ്പനോ ബേസിക്കും ചെയ്തു, അഡ്വാൻസും ചെയ്തു. അപ്പം എൻ്റെ ലൈഫ് കോച്ചിങ് സെഷന് വരുന്നവരെല്ലാം ഞാൻ മെഡിറ്റേഷൻസും ചെയ്യിക്കാറുണ്ട്, ഹോപ്പനോപ്പനവും പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്. അത് വേണ്ടവർക്ക് അതും ചെയ്യിക്കാറുണ്ട്. അപ്പം മെഡിറ്റേഷൻസും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസിക് സംഭവമാണ്. മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഭവമാണ്. ട്രാൻസ്ഫോർമേഷൻ ജേണി എന്ന് പറയുന്നത് മെഡിറ്റേഷനിൽ കൂടെ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 2 years അങ്ങനെ പോയി. പക്ഷേ അത് മാത്രമായിരുന്നില്ല, മെഡിറ്റേഷൻ മാത്രമായിരുന്നില്ല കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ആദർശമായിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ യൂട്യൂബ് കൊണ്ട് മാത്രം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷേ എൻ്റെ പാനിക് അറ്റാക്കിൻ്റെ ഫ്രീക്വൻസിയൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്തോണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇത് വരുമല്ലോ. അങ്ങനെ ഞാൻ ഈ മാസ്റ്റർ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ലൈഫ് കോച്ചിങ് ഒരു മാസ്റ്റർ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അങ്ങനെ ഈ ലൈഫ് കോച്ചിങ് പഠിക്കുമ്പം നമ്മളെ തന്നെ നമ്മുടെ കൂടെ ഒരു ലൈഫ് കോച്ച് ഉണ്ടാവും. ആ കോച്ച് ഒരു ഹെഡ് കോച്ച് അല്ലാതെ വേറൊരു കോച്ചും കൂടെ ഉണ്ടാവും. അപ്പം ആ പുള്ളിക്കാരി നമ്മളെയും കോച്ച് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ലൈഫ് കോച്ചിങ് സെഷനിൽ കൂടെ ഞാനും കടന്നുപോയി. എനിക്കും ഒരു ഫുൾ കോച്ചിങ് കിട്ടുമെന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കോച്ചിങ് കിട്ടി. ഞാനും അതിൻ്റെ അല്ലാതെ ഒരു ഫുൾ സർട്ടിഫിക്കേഷൻ എടുത്തു. എനിക്കും ഒരു ഹീലിംഗ് ജേണി ആയിരുന്നു. അല്ലാതെ ഒരു ലൈഫ് കോച്ചിങ് സർട്ടിഫിക്കേഷൻ്റെ ഒരു കോഴ്സിൽ കൂടെയും പോയി. പിന്നെ അല്ലാതെ ഞാൻ അവരുടെ അടുത്തു നിന്ന് തന്നെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കേഷൻ എടുത്തു. അവരുടെ തന്നെ ഒരു സെൽഫ് ഹീലിംഗ് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതും ഒരു 3 months ഒരു കോഴ്സായിരുന്നു. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഇതാണ് എൻ്റെ ഒരു ലൈഫ് പേർപ്പസ്. ആ ഒരു ഏകദേശം ഒരു 1 year ഒരു പ്രോസസ്സായിരുന്നു. ആ ഒരു 1 year ഒരു സർട്ടിഫിക്കേഷൻ ഒരു ഡ്യൂറേഷനിൽ എനിക്ക് തന്നെ മനസ്സിലായി ഇതാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഒരു ലൈഫ് പേർപ്പസ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ മൊത്തം 3 years എടുത്താണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ 2 years ഈ പല പല മെഡിറ്റേഷൻ കോഴ്സുകൾ പഠിച്ചതും ലാസ്റ്റ് 1 year ഈ സർട്ടിഫിക്കേഷൻ കോച്ചിങ് പഠിച്ചതും. ഹൗ ടു ഹെൽപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എഴുതുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ തിങ്സ് ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് വേണമെങ്കിൽ ആർക്കും എഴുതാം. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഒരു ദിവസം നടക്കുന്നതിനെല്ലാം ഗ്രേറ്റ്ഫുൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ജസ്റ്റ് എഴുതേണ്ട ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ നിങ്ങൾക്ക് ഒരു നല്ല അബണ്ടൻസ് ഓഫ് മണി ഐ ഹാവ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഗുഡ് ഫാമിലി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഗുഡ് ഫുഡ്. അങ്ങനെ എല്ലാം എഴുതാം. ലാസ്റ്റ് താങ്ക് യു യൂണിവേഴ്സ് 3 പ്രാവശ്യം എഴുതാം. ഇങ്ങനെയാണ് ജനറൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ ഒരു നോർമൽ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി തുടങ്ങണം എന്ന് പറയാറില്ല. കാരണം അവർക്കൊരു ഹീലിംഗ് നടന്നാലേ അവർക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നടക്കേണ്ടത് ആ ഒരു ഹീലിംഗ് ആണ്. നമ്മളൊരു നെഗറ്റീവ് എനർജിയും വെച്ചുകൊണ്ട് നോർമൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ഒരു നെഗറ്റിവിറ്റി നിന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എനർജി ഫസ്റ്റ് ഒരു പോസിറ്റിവിറ്റിയിലോട്ട് പോകണം. നമ്മളൊരു പോസിറ്റീവ് എനർജി നിന്നിട്ട് വേണം ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാനായിട്ട്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കിപ്പം ഹീൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് കുറച്ചൊരു പോസിറ്റീവ് ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി ലെവൽ ഒന്ന് റേസ് ആക്കണം. നമ്മൾ എല്ലാം നമുക്കിപ്പം ഒരു നല്ലതായിട്ടേ വരുള്ളൂ, നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പം ഇന്നത്തെ Q&A നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ചിലരുടേത് ഞാൻ 1-2 ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചവരുടെ മാത്രമേ വിട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാവരുടെയും. കാരണം എല്ലാവരുടെയും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ആരുടെയെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എല്ലാവരുടെയും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷനിൽ ആ ഒരു ബെല്ലൈക്കൺ ഓൾ ആണോ എനേബിൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വഴി വെച്ച് കാണുമ്പോഴത്തേക്കും വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ എന്ന് ചോദിക്കാറുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.